ഹലോ ഡിയർ സ്റ്റുഡൻസ്, +2 സേ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇന്നലെ റിസൾട്ട് വന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിലൊക്കെ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യം, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ സേ എക്സാം എഴുതിയാൽ നിങ്ങൾക്കിത് പാസ്സാവാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. സേ എക്സാമിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ഡിഗ്രിക്ക് പോകാനോ അല്ലെങ്കിൽ വേറൊരു കോഴ്സിന് പോകാനോ തടസ്സമൊന്നുമില്ല. നിങ്ങളുടെ ഫ്രണ്ട്സ് ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കും പോകാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇനി കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ സേ എക്സാമിന്. പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള പോർഷൻസ് എല്ലാം പഠിച്ചിട്ട് പാസ്സാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ. ഇന്നലത്തെ റിസൾട്ട് വന്ന സമയത്ത് അതിനകത്ത് D+ ഗ്രേഡോ അതിന് മുകളിലോ കിട്ടാത്ത എല്ലാ കുട്ടികൾക്കും ഈ ഒരു സേ എക്സാമിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ എല്ലാ വിഷയത്തിലും പാസ്സായി, പക്ഷേ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് മാർക്ക് കുറച്ചും കൂടെ കൂട്ടണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഗ്രേഡ് ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ എഴുതാൻ പറ്റും. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ, നിങ്ങൾ ബയോളജി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോട്ടണി എക്സാമിനേഷനും സുവോളജി എക്സാമിനേഷനും എഴുതേണ്ടതാണ്. അല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ടോ, ഒന്നുകിൽ ബയോളജിയിൽ ബോട്ടണി മാത്രമായിട്ടോ അല്ലെങ്കിൽ സുവോളജി മാത്രമായിട്ടോ എഴുതാൻ പറ്റില്ല. ഇനി പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങളാണെങ്കിൽ, അതായത് സയൻസിൽ ഇപ്പോൾ ഫിസിക്സോ കെമിസ്ട്രിയോ അങ്ങനത്തെ സബ്ജക്റ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ മാർക്കും നിങ്ങളുടെ CA മാർക്കും അങ്ങനെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷ മാത്രമാണ് എഴുതാൻ പറ്റുള്ളൂ. അതായത് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഒരു വട്ടം കൂടെ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഇതിന് മുൻപ് നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നിർബന്ധമായിട്ടും പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഏത് സ്കൂളിലാണോ പഠിച്ചിട്ടുള്ളത് ആ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം വാങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സേ എഴുതണമെങ്കിലും അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് എഴുതണമെങ്കിലും നിങ്ങൾ പഠിച്ച സ്കൂളിൽ പോയിട്ട് അവിടുന്ന് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം വാങ്ങിച്ച് അത് ഫില്ല് ചെയ്തിട്ട് ഫീസ് അടക്കം സ്കൂളിലെ പ്രിൻസിപ്പാളിന് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വെക്കേണ്ടതാണ്. അത് സ്കൂൾ പ്രിൻസിപ്പൾ സാങ്ഷൻ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളാണ് സേ എക്സാമിനേഷനും അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനേഷന് രജിസ്റ്ററൊക്കെ ചെയ്യേണ്ടത്. നിങ്ങളവിടെ ചെന്നിട്ട് ഈ ഫോം വാങ്ങിച്ച് അതിൻ്റെ ഫീസും കൂടെ കൊടുത്തിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ നിങ്ങൾ പഠിച്ച സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് സേ എക്സാമിനേഷനോ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനേഷനോ എഴുതാൻ വേണ്ടിയിട്ട് പറ്റണമെന്നില്ല. കാരണം എല്ലാ സ്കൂളുകളിലും സേ എക്സാമിനേഷൻ നടക്കുന്നില്ല. കേരളത്തിൽ തന്നെ സെലക്ട് ചെയ്ത സ്കൂളിൽ മാത്രമാണ് എക്സാമിനേഷൻ സെൻറ്റർ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് കിട്ടിയാൽ മാത്രമാണ് ഏത് സ്കൂളിൽ പോയിട്ടാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഡേറ്റ് കൂടി ഒന്ന് നോക്കാം. സേ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനേഷന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് 15/5/2024 മെയ് 15-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. ഈ ഒരു ചാൻസ് മിസ്സാക്കിയാൽ പിന്നെ നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് ഇനി +2 എഴുതിയെടുക്കണമെങ്കിൽ അടുത്ത വർഷമാവണം. അതായത് ഒരു വർഷം നിങ്ങളുടെ മിസ്സാവും. ഇനി നമുക്ക് എക്സാമിനേഷൻ്റെ ഫീസ് എത്രയാണെന്നുള്ളതും കൂടെ നോക്കാം. പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങളാണെങ്കിൽ ഒരു വിഷയത്തിന് 150 രൂപയാണ് വരുന്നത്. ഇത് സേ എക്സാമിനേഷൻ്റെ ഫീസാണ്. ഇനി പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾക്കാണെങ്കിൽ ഒരു വിഷയത്തിന് 175 രൂപയാണ് സേ എക്സാമിനേഷന് വരുന്നത്. ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒറ്റ വിഷയം മാത്രമാണ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു വിഷയത്തിന് 500 രൂപയാണ് ഫീസ് വരുന്നത്. ഇതിന് പുറമെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഫീസായിട്ട് 40 രൂപ കൂടി അടക്കണം. ഇനി നിങ്ങൾക്ക് റീവാലുവേഷന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റിന് 500 രൂപയാണ് റീവാലുവേഷൻ്റെ ഫീസ്. ഇനി നിങ്ങൾ എഴുതിയ പേപ്പറിൻ്റെ ഫോട്ടോ കോപ്പി ആവശ്യമുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റിന് 300 രൂപ വെച്ചിട്ട് അടക്കണം.